ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥി എന്ന് പറയുമ്പം പ്രശസ്ത നാടകം, സീരിയൽ, സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ചെറുന്നിയൂർ ബാബു ചേട്ടനാണ്. അപ്പൊ നമുക്ക് ബാബു ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. 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 എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷമായിരിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഉള്ള രാവിലത്തെ ചൂടും അന്തരീക്ഷമൊക്കെ ചൂട്, ഇലക്ഷന്റെ ചൂട്, അങ്ങനെയൊക്കെ എല്ലാ ചൂടും ഉണ്ട്. പിന്നെ ചേട്ടനെ ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വന്നത് നാടകങ്ങളിലൂടെയാണ് അല്ലെ? ഒരു 28 വർഷത്തെ നാടക പരമ്പരയുണ്ട്. തീർച്ചയായിട്ടും 28 വർഷം പൂർണ്ണമായും നാടകത്തിൽ തന്നെ. അതിനുമുമ്പ് അമച്ചർ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഒരുപാട് അമച്ചർ വേദികളിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ നാടക കാലത്തെ എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് നാടകത്തെ എക്സ്പീരിയൻസ്? മറക്കാൻ കഴിയാത്ത ഒട്ടനവധി അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. പിന്നെ വലിയ വലിയ മഹാപ്രതിഭകളോടൊപ്പം സഹകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ സംഭാവനകൾ, അവർ നമുക്ക് പകർന്നു തന്ന ഊർജം, ഇതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നാടകത്തിലൂടെ കിട്ടിയ ഒരു കരുത്താണ്, അതാണ് എന്നെ സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തപ്പെടാൻ കാരണമായത്. ആ 28 വർഷങ്ങൾക്കുള്ളിൽ തന്നെയാണോ ചേട്ടൻ ഈ സീരിയലിലേക്കും അതുപോലെ സിനിമയിലേക്കൊക്കെ വന്നിട്ടുള്ളത്? ഈ നാടകാഭിനയത്തിന്റെ നല്ലൊരു സമയത്താണ് പെട്ടെന്ന് എനിക്ക് സീരിയലിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത്. അത് ഏതെങ്കിലും കണ്ടിട്ട് അങ്ങനെ? അല്ല, എന്റെ ഒരു സുഹൃത്ത് എന്റെ ഡയറക്ടറെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആ സീരിയലിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും ആ വേഷം, അന്ന് ദൂരദർശൻ മാത്രമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ മാതിരി മറ്റ് സ്വകാര്യ ചാനലുകളോ ഏഷ്യാനെറ്റോ സൂര്യയോ മറ്റുള്ള ചാനലുകളൊന്നും ഇല്ല, ദൂരദർശൻ മാത്രമായിരുന്നു. അപ്പൊ ആ ചാനലിന്റെ പ്രവർത്തകർ അത് ആ പലരും കണ്ടിട്ട് പിന്നെ ദൂരദർശനിൽ തന്നെ പല സീരിയലിലേക്ക് ക്ഷണിക്കുകയുണ്ടായത്. ആദ്യത്തെ സീരിയല് ഏതായിരുന്നു? ആദ്യം അഭിനയിച്ച സീരിയലില് നാറാണത്ത് ഭ്രാന്തൻ. പിന്നെ പുറത്തു വന്നത് ഡോക്ടർ ജനാർദ്ദന്റെ കർപ്പൂരം 97 ജൂൺ 27. ആ സമയത്താണ് എന്റെ ആ കഥാപാത്രം ടെലികാസ്റ്റ് ചെയ്ത ദിവസം. നാരായണത്ത് ഭ്രാന്തനില് ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ചാരുദത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ. നമ്മുടെ വരരുചി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വിക്രമാദിത്യൻ കഥകളിലെ വരരുചിയുടെ ഭാര്യ പഞ്ചമിയുടെ അച്ഛനായിട്ടുള്ള ഒരു വൃദ്ധ നമ്പൂതിരി. അപ്പൊ ആ സമയത്ത് ചേട്ടൻ ആ വൃദ്ധനായിട്ടല്ലേ ചെയ്തത്? ആ സമയത്ത് ചേട്ടൻ എത്ര വയസ്സുണ്ടാവും? അന്നൊരു 30 വയസ്സ്. അപ്പൊ ആ 30 വയസ്സിലുള്ള ഒരാള് വൃദ്ധനായിട്ട് ചെയ്യുന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ എങ്ങനെയാണ് ആ അത് നമ്മുടെ പകുതിയിൽ കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഒരു രൂപഭാവത്തിൽ വരുന്ന മാറ്റം, രൂപത്തിലുണ്ടാകുന്ന മാറ്റം, മേക്കപ്പ് മാൻ്റെ നല്ല കരവിരുതോടുകൂടിയ മാറ്റം, തലമുടിയെ പഴയ നരച്ചില കുടുമിയൊക്കെ വെച്ച് കെട്ടി, പിന്നെ സ്വസിദ്ധമായ അഭിനയത്തിലൂടെ ഈ സംവിധായക നിർദ്ദേശം അനുസരിച്ച് വാചകത്തിലും ചലനത്തിലും ഒക്കെ ഉണ്ടാകുന്ന വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ. ഒരു കഥാപാത്രത്തോട് അങ്ങനെ ചെയ്യുന്ന മടി തോന്നിയിട്ടില്ല. ഇല്ല. പക്ഷെ അതിനകത്തൊരു പറ്റിയെന്ന് വെച്ചാൽ അത് ഞാനാണ് അഭിനയിച്ചെന്ന്. എന്റെ മീശ മാറി, താടിയൊക്കെ വെച്ചു, വേറെ മാത്രമല്ല കുടുമി ഉണ്ടായി, മൊത്തത്തിൽ നരച്ചു കൂടിയുള്ള ചലനമൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഞാനാണോ പലരും തിരിച്ചറിയാൻ പാടുപെട്ടു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞില്ലേ ഇത് ഞാനാണ്. വീട്ടിലെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിലെല്ലാവർക്കും നല്ല വീട്ടുകാരുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട്. പ്രത്യേക ഭാര്യ ഒക്കെ അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് അടുത്ത് അതിനുശേഷമാണ് കർപ്പൂരം എന്ന് പറഞ്ഞ ഡോക്ടർ ജനാർദ്ദന്റെ കർപ്പൂരം. അത് കല്ലറ ഭാഗത്ത് വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അതായത് പുറത്തു വന്നത് ആദ്യം വന്നത്. അതിലൊരു മിനിസ്റ്ററുടെ വേഷമായിരുന്നു. ആ കഥയുടെ ടേണിംഗ് പോയിന്റ് ആ മിനിസ്റ്ററിലൂടെ. അന്നപ്പോ നമ്മള് ദൂരദർശനിൽ ചെയ്യുമ്പോഴേ ഇത്രയും ലെങ്ത് ആയിട്ട് പോകും? അന്ന് 13 എപ്പിസോഡാണ്, വീക്കിലി 1 ആണ്. ഈ കർപ്പൂരം എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച ദിവസമാണ്. പിന്നെ അതിനകത്ത് രസകരമായ സംഭവം, ഈ ചൊവ്വാഴ്ച അന്ന് ഞങ്ങൾക്ക് ഇവിടെ പവർ കട്ടായിരുന്നു. എന്റെ കഥാപാത്രം വരുന്ന ദിവസം പവർ കട്ട്. അപ്പോ എനിക്കത് കാണാൻ മാർഗമില്ല. പിന്നെ എന്റെ ചേട്ടത്തിയുടെ വീട് മുത്താനയാണ്, അടുത്ത ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെ അന്ന് പ്രശ്നമില്ല, അന്ന് എനിക്ക് വാഹനമില്ല. പിന്നെ ഒരു ടാക്സി വിളിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കുത്തി നിറച്ചുകൊണ്ട് അവിടെ പോയി കണ്ട് തൃപ്തി അടഞ്ഞു വരുന്നു. വലിയൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ആദ്യത്തെ സീരിയൽ അന്ന് കറക്റ്റ് ടൈമിൽ നാട്ടുകാർക്ക് കാണാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ വരുന്ന സമയങ്ങളിലൊക്കെ നാട്ടുകാർ കണ്ട്. അല്ല, അപ്പൊ ചേട്ടൻ ആ നാടകം ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റ് എന്നറിയായിരുന്നു. കറക്റ്റ് ചേട്ടന്റെ പ്രൊഫഷൻ നാടകം ആർട്ടിസ്റ്റ് എന്ന് തന്നെയാണോ അതോ മുന്നേ വേറെ എന്തെങ്കിലും ജോബ്? നാടക ആർട്ടിസ്റ്റ് തന്നെയാണ്.
അത് 80-ലായിരുന്നു എൻ്റെ നാടക ജീവിതം തുടങ്ങിയത്. പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് 80-ലെത്തി. അതിന് മുമ്പ് അമച്ചർ വേദിയിലുണ്ട്. പക്ഷെ 80-ലാണ് ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ആദ്യമായി എത്തപ്പെട്ടത്. ചേട്ടൻ എങ്ങനെയാ അപ്പം ചെറുപ്പം മുതൽ ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു? ചെറുപ്പം കൊച്ചുനാളിൽ എനിക്ക് നാടകത്തോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലുള്ള ഉത്സവപ്പറമ്പുകളിലും നാടകം അന്ന് വിരളമായിരുന്നു. അപ്പോൾ അന്ന് കുടുംബസമേതം എല്ലാവരും പോയി നാടകം കാണുന്നു. നാടകം കണ്ടിട്ട് അന്ന് നാടകത്തിലെ കഥാപാത്രങ്ങളോടും അഭിനയിക്കുന്ന അഭിനേതാക്കളോടൊക്കെ വല്ലാത്തൊരു മാനസിക അടുപ്പം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് വീട്ടിന്റെ ഒരു പറങ്കിമാവുണ്ട്. അതിന്റെ ചുവട്ടില് അതേ തലേദിവസത്തെ നാടകം അതേപടി ഞങ്ങൾ അരങ്ങേറും. ഞങ്ങൾ കുട്ടികൾ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. എൻ്റെ അയൽവാസിയായിട്ടുള്ള ബാബു, എൻ്റെ അനുജൻ ഒരു മുരളി, അങ്ങനെ കുറെ പേരുണ്ട്. ഞങ്ങൾ അതേ നാടകം അതേപോലെ അങ്ങനെ പിന്നെ അത് ആ മോഹം വളർന്ന് പിന്നെ വായനാശീലം കുട്ടിയിലേ ഉണ്ടായിരുന്നു. അപ്പോൾ വായിക്കുമ്പോൾ ആ വായനയിൽ എനിക്ക് കിട്ടുന്നൊരു കഥാപാത്രം ഞാനായി മാറും. പിന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നടന്നു പോകുമ്പോഴൊക്കെ ആ കഥാപാത്രത്തിന്റെ ഡയലോഗ് സ്വയം ഉണ്ടാക്കി പറഞ്ഞ് പോകും. അപ്പൊ അന്നേ ചേട്ടന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആവും എന്നുള്ളത്. പിന്നെ ഈ നാടകമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയത്? അത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് ദിവസത്തെ റിഹേഴ്സൽ. അപ്പം നാടകം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാണ്ഡം കൊണ്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. വീട്ടിൽ നിന്ന് അത്രയും ദിവസം മാറി നിൽക്കണം. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഏറ്റവും വലിയ അന്നത്തെ കാലത്ത് 2 നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. 9 മണിക്കോ 10 മണിക്കോ ആദ്യത്തെ നാടകം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നാടകം. അപ്പൊ ഈ എഗ്രിമെന്റ് അനുസരിച്ച് 9 മണിയാണെന്ന് ചിലപ്പം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവപ്പറമ്പുകളിലാണ് നാടകം കൂടുതലുള്ളത്. ക്ഷേത്ര ചടങ്ങുകളൊക്കെ തീരത്തോളം കഴിയുമ്പോഴത്തേക്ക് ശേഷം 10, 10:30, 11 മണിയൊക്കെ ആവും. ഇവിടെ വൈകുന്നോറും രണ്ടാമത്തെ സ്ഥലത്തേക്ക് കൃത്യമായി എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥയും അവിടെ ചെല്ലുമ്പം അവരുടെ മോശപ്പെട്ട പ്രതികരണം ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട്. പിന്നെ നാടകക്കാർക്കുണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ട് വേണ്ടപ്പെട്ടവരുടെ വിയോഗം. എൻ്റെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരെങ്കിലും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരുടെ മരണമൊക്കെ നടക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ പാപ്പനംകോട് ചന്ദ്രിക എന്ന് പറഞ്ഞ നടിയുടെ അമ്മ അച്ഛൻ മരിച്ചപ്പോ ആ ബോഡിയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയി നാടകം കളിപ്പിക്കേണ്ടി വന്നു. കണ്ണീരുള്ള പുരുഷന്മാർ പിന്നെ സഹിക്കും. അത് മാത്രവുമല്ല, ഈ ചന്ദ്രികയുടെ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു കോമഡി കഥാപാത്രമാണ്. അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ജനങ്ങളെ കുടുകുടാ ചിരിപ്പിക്കുന്ന കഥാപാത്രം കരഞ്ഞുകൊണ്ടാണ് ഡയലോഗ് പറയേണ്ടത്. പക്ഷെ പിടിച്ചു നിന്നോ കുട്ടി. അതുപോലെ ഒരുപാട് പേർക്ക് എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. മരണം പോലും മാറ്റി വച്ചിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമെന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഒക്കെ മറക്കാന്നുള്ളതാണല്ലോ. അതിനിപ്പോ മരണമാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും നമ്മളവിടെ ചിരിച്ചു കാണിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ അന്നത്തെ കാലത്ത് നാടകങ്ങൾ ചേട്ടൻ KPSC നാടകം അതില് KPSC ഞാൻ അഭിനയിച്ചിട്ടില്ല. KPSC എന്റെ വലിയ മോഹങ്ങളിലൊന്നായിരുന്നു. KPSCയിലും NN പിള്ളയുടെ കൂടെയും ചെയ്യണം, പക്ഷെ രണ്ടും സാധിച്ചില്ല. അതൊരു ദുഃഖമായിട്ട് എപ്പോഴും ഉണ്ടോ? പിന്നെ ചേട്ടന്റെ നാടകരംഗത്ത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രത്യേകിച്ചെടുത്ത് പറയാൻ അങ്ങനെയൊന്നുമില്ലെങ്കിലും പിന്നെ അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയത്തക്ക ഒന്നുമില്ല. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഈ നാടകം മുടങ്ങിയതിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. നാടകം മുടങ്ങിപ്പോയിട്ടുണ്ടാവും ചില സമയങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നതല്ല, വന്ന് ഭവിക്കുന്നതാണ് അതൊക്കെ. അങ്ങനെയുള്ള സമയത്ത് മിക്കവാറും പോകുന്ന സമിതികളിലേക്ക് ഈ സമിതികളുടെ ചുമതല കൂടെ എന്നെ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ അത് കാരണം ഈ ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഈ സമിതിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഓച്ചിറ നിള എന്ന് പറയുന്ന ചെറുന്നൂർ ജയപ്രസാദിന്റെ സമിതി ഒരു ഒത്തിരി വർഷം അതിനകത്ത് ചേർന്ന് നിൽക്കാൻ പറ്റി. ഒരു ഭാഗ്യമാണ്. വലിയ മഹാപ്രതിഭ തന്നെയാണ് ചെറുന്നൂർ ജയപ്രസാദ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയും നാടകത്തിനോടുള്ള സമീപനങ്ങളും നാടകം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയ മനുഷ്യൻ അദ്ദേഹമാണ് തന്നെ. അപ്പൊ ആ സമിതിയില് ഈ നാടക സമിതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടനവധി മനസ്സിൽ കയറി അതിനോടൊപ്പം നാടകം കളിക്കണം, ഉറക്കമില്ല, വല്ലാത്ത അനുഭവം. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും.
പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ജനകീയ കലയാണ് സിനിമ, സീരിയൽ എന്ന് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ അതിനോടൊപ്പം നിൽക്കാൻ നാടകത്തിനൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. അതിന് 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. മറ്റ് എല്ലാ മേഖലകളും സിനിമയും സീരിയലും ഒക്കെ സാങ്കേതികപരമായി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നാടകം എപ്പോഴും ആ കുറ്റി അടിച്ച് അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നാടകത്തിന് ഉണ്ടാകുന്നില്ല. ഒരുവിധം സംഗീത നാടക അക്കാദമിക്ക് ഉണ്ടെങ്കിൽ പോലും ചെറിയ പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും വേണ്ടത്ര അംഗീകാരം നാടകത്തിന് കൊടുക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. വളരെ വ്യക്തമാറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നാടകത്തെ അങ്ങനെ കണ്ടാൽ പോരാ. ഒരു ജനകീയ കലയാണ്. ഭൂമിയിൽ ആദ്യം രൂപപ്പെട്ട കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നാടകം തന്നെയാണ്. മനുഷ്യനുള്ളിടത്തോളം നാടകങ്ങളും ഉണ്ടാവും. ആ നാടകത്തെ ഇങ്ങനെ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ആ മന്ത്രിസഭ രൂപം കൊള്ളുന്നതിന് പ്രധാന കാരണം 52 അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞൊരു നാടകം 52 ചവറ തട്ടാശ്ശേരിയിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ, ആ നാടകം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന്റെ പേരിൽ, ആ നാടകം കണ്ട് അതിൽ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു വലിയ ജനസമൂഹം അന്നത്തെ സർക്കാർ രൂപീകരണത്തിന് ഒരു ഭാഗമായി മാറിയത്. അത് വലിയ ചരിത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അതിനെ പറ്റിയിട്ടൊരു സർക്കാർ മാത്രമല്ല, അതിനകത്ത് കലാകാരന്മാർക്കും വലിയ പങ്കുണ്ട്. നാടകകലാകാരന്മാർ ഉത്സവപ്പറമ്പുകളിലേക്ക് പോയപ്പോൾ നാടകത്തിന്റെ മൂല്യശോഷണം സംഭവിച്ചു. ഉത്സവപ്പറമ്പിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് അവർ വിധേയരായിപ്പോയി. അപ്പോൾ നാടകത്തിന്റെ ഗൗരവം അല്പം ചോർന്നു. ആ സമയത്താണ് മറ്റ് സീരിയലും ടിവികളും ഒക്കെ ചാനലുകളൊക്കെ ധാരാളം വന്നു. ഉത്സവപ്പറമ്പിൽ പോയി സമാധാനപരമായി നാടകം കാണാൻ അവസരം ഉണ്ടാകാതെ, പിന്നെ ഉത്സവ അന്തരീക്ഷം മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാകുമ്പോ അങ്ങനെ വേണ്ടല്ലോ, വീട്ടിലിരുന്ന് തന്നെ കാണാം. അപ്പൊ അങ്ങനെ ആയപ്പം ഈ നാടകത്തിൽ നിന്ന് ആൾക്കാരകന്ന് പോകാൻ തുടങ്ങി. ഇന്ന് പണ്ട് കാലങ്ങളിൽ ഉത്സവപ്പറമ്പുകളിലും പായ വിരിച്ച് ഓരക്കീറ് വിളിച്ചൊക്കെ ഇരുന്നൊക്കെയാണ് നാടകം കാണാൻ. അതെ, ഞാനും പോയിട്ടുണ്ട്. എനിക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കുട്ടിക്കാലത്ത് നമ്മള് ഫാമിലി എല്ലാരും കൂടെ ഒരു ഗെറ്റ് ടുഗദറും കൂടിയാണ് അമ്പലപ്പറമ്പിൽ. നമ്മള് കുട്ടികൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കളികളിലൊക്കെ ആയിരിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട സീൻസ് ഒക്കെ വരുമ്പോൾ അതിലേക്ക് ഒരു നോട്ടം പോകും. പക്ഷെ അത് വലിയ രസമായിരുന്നു. പക്ഷെ ഇപ്പൊ കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്, മോളിൽ മഞ്ഞുകൊള്ളാതിരിക്കാൻ മഴകൊള്ളാതിരിക്കാൻ എല്ലാ സൗകര്യം കൊടുത്തിട്ടും പ്രേക്ഷകൻ താല്പര്യമില്ല. അന്ന് ഫൈൻ ആർട്സ് സൊസൈറ്റികൾ കണ്ടുപോകാൻ കേരളത്തിലുണ്ടായിരുന്നു. എന്റെ അറിവിൽ 100-400 മോഡലുണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. പക്ഷെ അത് ചുരുങ്ങി. ഇപ്പൊ വർക്കല സെൻസ് എന്ന് പറഞ്ഞ് ഒരു സമിതിയുണ്ട്, ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റി ഉണ്ട്. നല്ല നാടകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാസത്തിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഞാൻ. അങ്ങനെയുള്ള സമിതികളുടെ സാംസ്കാരിക കൂട്ടായ്മകളിൽ നിന്ന് കുറവാണ്. KSRTCയുടെ കീഴിൽ തിരുവനന്തപുരത്ത് 2 ഉണ്ടായിരുന്നു. ISROയുടെ തന്നെ 4 ഉണ്ടായിരുന്നു. വിശ്വാസ് അങ്ങനെയൊക്കെ പേരിൽ 4 ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമില്ല. അന്ന് നാടകം കാണുക ആൾക്കാർക്ക് ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ആവേശമായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ പരവൂർ വരെ ഒരു സൈക്കിളിൽ 3 പേര് പോയി നാടകം. വീട്ടുമുറ്റത്ത് നാടകം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ചെറുപ്പക്കാർ പോയി കാണുന്നില്ല. അത് ഫോണിലേക്കും കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ചുരുങ്ങിപ്പോയി ഇന്നത്തെ ജനറേഷൻ. പക്ഷെ ഞാൻ പറയുന്നത് വീണ്ടും ആ നാടകത്തിന്റെ ഒരു പ്രാധാന്യം വീണ്ടും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് സർക്കാർ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. സർക്കാരും പിന്നെ ഈ നാടക പ്രവർത്തകരും കൂടെ ഒന്ന് ചേർന്നു ഇനിയും ഗൗരവമായ ചർച്ചകൾ മാറ്റം വരണം. നാടകത്തിന് നാടകത്തിൻ്റെതായ ഒരു സ്ഥാനം കൊടുക്കുക വേണം. ഇനി നമ്മള് സീരിയൽ ആ ഒരു രംഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ചേട്ടന് തോന്നില്ല വലിയൊരു ഡിഫറൻസ് എന്താ നാടകം അല്ലെങ്കിൽ സീരിയൽ? നാടകത്തെ സംബന്ധിച്ചോളം ഒരു ആർട്ടിസ്റ്റിന്, ഒരു കലാകാരൻ, ഒരു നടന് അവൻ ആഗ്രഹിക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. ഒന്ന് അംഗീകാരം, ഒന്ന് പ്രേക്ഷക പ്രതികരണം. ഇതൊക്കെ നാടകത്തിൽ ലൈവായിട്ട് പ്രേക്ഷകർ നേരിട്ട് അനുഭവിക്കാൻ പറ്റും. എന്റെ മുമ്പിൽ ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ട് എന്റെ പ്രേക്ഷകർ എന്നെ കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ, എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ, എന്റെ കഥാപാത്രത്തെ അവർ അംഗീകരിക്കുമ്പോൾ അത് നമുക്കറിയാത്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദനയുണ്ട്. വളരെ വളരെ വലുതാണ്. പക്ഷെ സീരിയലിലേക്ക് പോകുമ്പോൾ
ആ പ്രതികരണം കിട്ടിയില്ല. പിന്നീട് ആരെങ്കിലും ഫോൺ ചെയ്ത് വഴി കാണുമ്പോൾ പറയും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മോശമായിരുന്നു അല്ലെങ്കിൽ എന്നെ പറയും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ നാടകത്തിൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. നാടകം അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി അത് വലുത് തന്നെയാണ്. സീരിയലിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രതയുണ്ട്, കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടുന്നുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി എന്നെ ക്ഷണിക്കാനും ആ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് നാടകക്കാരനായതുകൊണ്ടല്ല, ഒരു സീരിയലുകാരനായതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ സമൂഹത്തിൽ പല പരിപാടികൾക്കും വിളിക്കുന്നത് നാടക സീരിയൽ സിനിമ എന്നൊക്കെ വയ്ക്കുമെങ്കിൽ പോലും അവര് സ്വാഗത പ്രസംഗം പറയുന്ന നമുക്കറിയാം, TV വന്നാൽ കാണുന്ന പ്രിയപ്പെട്ട നടൻ നല്ലൊരു നാടകക്കാരൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ സ്വാധീനിക്കാൻ ഈ സീരിയലുകൾ കഴിയും. പിന്നെ അഭിനയത്തിന്റെ രീതികളിലും വ്യത്യാസമുണ്ട്. അഭിനയ രീതികൾ നാടകത്തെ സംബന്ധിച്ചോളം കുറച്ച് അടിഭാവത്വം കാണിക്കേണ്ടി വരും ബോധപൂർവം. കാര്യം പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മളെ ഒരു 10 അടിക്കപ്പുറം നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ രൂപത്തിൽ കാണാൻ പറ്റില്ല, അഭിനയ ഭാവങ്ങൾ കാണാൻ പറ്റില്ല. നമ്മുടെ ശബ്ദത്തിലൂടെയാണ് അവര് നമ്മുടെ കഥാപാത്രത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ അമിതമായി കാണിച്ചേ മതിയാവും. സിനിമയിലേക്കുമ്പോൾ ചെറിയ വികാരങ്ങൾ പോലും ചെറിയ ഭാവങ്ങൾ പോലും കണ്ണിന്റെ ചെറിയ ചലനങ്ങൾ പോലും ചുണ്ടിന്റെ മൂക്കിന്റെ ഒക്കെ ചെറിയ ചലനങ്ങൾ ഭാവങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി ക്ലോസപ്പുകളിലൂടെ ഒപ്പിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ നമ്മളിപ്പോ സിനിമയിലെ സീരിയല് എന്ന് പറയുകയാണെങ്കിൽ നാടകത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു അത്രയും അങ്ങനെ ഒരു ഡിഫറൻസ് ആണുള്ളത്. പിന്നെ ഈ റെസ്പോൺസിന്റെ കാര്യം പറഞ്ഞു, നാടകത്തിനാണെങ്കിൽ അപ്പം കൂക്കാനുള്ളതാണെങ്കിൽ അപ്പം അവര് കൂക്കും, കൈയടിക്കാനാണെങ്കിൽ അപ്പം കൈയടിക്കും. നാടകത്തിലാണെങ്കിൽ തെറ്റിപ്പോയാൽ അയ്യോ അത് വലിയൊരു പ്രശ്നമാണ്. സിനിമ റീടേക്ക് ചെയ്യാം, പക്ഷെ ഇതാ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇത്രയും നീണ്ട ഡയലോഗ്സ് ഒക്കെ പഠിച്ചാൽ നല്ല റിഹേഴ്സലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. മാത്രമല്ല നല്ലൊരു ആർട്ടിസ്റ്റ് മനോധർമ്മം എന്നൊരു ഘടകമുണ്ട്. എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അത് പ്രേക്ഷകർ അറിയാതെ തിരുത്തി കൊണ്ടുപോകാനുള്ള ശേഷമുള്ളവരാണ് മിക്ക കലാകാരന്മാരും. എത്ര ദിവസം എടുക്കും ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ? നാടകം രൂപപ്പെടാൻ ശേഷം പണ്ട് കാലങ്ങളിൽ 1 മാസമൊക്കെ ആയിരുന്നു. ഇപ്പം ഈ കാലത്തിന്റെ വേഗത്തിലുള്ള യാത്ര അതുകൊണ്ട് കുറച്ച് 10, 15, 20 ദിവസത്തിനകത്ത് തീർക്കും. ചേട്ടൻ പറഞ്ഞു അന്ന് ദൂരദർശനായിരുന്നു താരം, അല്ലെങ്കിൽ ദൂരദർശനിലുള്ള താരങ്ങളായിരുന്നു അന്നത്തെ താരം. അപ്പൊ ചേട്ടന് അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നു? അന്ന് സീരിയലൊക്കെ ചെയ്തിട്ട് നാട്ടുകാരുടെ ഇടയ്ക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ജനങ്ങളുടെ മറ്റേ വേഷം ചെയ്ത മിക്കവാറും കൂടുതലും ചെയ്തിട്ടുള്ള വില്ലൻ വേഷങ്ങളായിരുന്നു. അപ്പൊ അത് ജനങ്ങളുടെ ഇങ്ങനെ പ്രതികരണം അങ്ങനെയാണ്, ഇങ്ങനത്തെ എന്നുള്ള മറ്റുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിയുകയും വില്ലനാണെങ്കിൽ പോലും കൂടിപ്പോണെന്നൊക്കെ പറയുമെങ്കിലും അവരുടെ അംഗീകാരം, അവർ നമുക്ക് അതിനൊരു സ്നേഹം ഉണ്ട്. ആ കഥാപാത്രത്തോട് അവർക്ക് ഇഷ്ടക്കേടാണെങ്കിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളെ അംഗീകാരം. അപ്പൊ അന്ന് വില്ലൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കാൻ നിൽക്കുകയോ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവം ഉണ്ടായില്ല. പിന്നെ എന്റെ വീട്ടിലേക്ക് വരുന്നവര് പറയും ഇങ്ങനെ സഹിക്കുന്നു അയാളെ, എന്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം നമ്മള് ചെയ്തിട്ടില്ല. പിന്നെ ഇനി അത് നമ്മള് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചേട്ടന് തോന്നിയില്ല ഡിഫറൻസ്? സിനിമയിലേക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക ശക്തമായ കഥാപാത്രങ്ങൾ നാടകത്തിലും സീരിയലും കിട്ടിയതുപോലെ സിനിമയിൽ കിട്ടിയിട്ടില്ല. വേഷം കെട്ടലല്ല, വേഷം കെട്ടാൻ ആർക്കും പറ്റും, കഥാപാത്രമാണ്. വേഷം കെട്ടലല്ല സിനിമയിൽ, എന്നാലും ശ്രദ്ധിക്കപ്പെട്ട 1-2 കൊച്ചു വേഷങ്ങൾ ഏതൻ തോട്ടം, ഇതിലേ വന്നപ്പോൾ ഇനിയെങ്കിലും, പിന്നെ കല്യാണ ഉണ്ണികൾ, നെറ്റിപ്പട്ടം, ശിവം, നാറാണത്ത് തമ്പുരാൻ, അങ്ങനെ കുറെ സിനിമകൾ അക്കാലത്ത് 2 വർഷങ്ങൾ മുമ്പ്, നിസ്ര എന്ന് കുറെ പടങ്ങൾ. നമ്മള് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അന്ന് ഈ നാരായണത്ത് തമ്പുരാനിലെ ജയറാമേട്ടനൊക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് വിജയ് തമ്പി എന്റെ വലിയ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ 2-3 സൈലൻസ്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുകയും അതിനുശേഷം ഈ സിനിമ വന്നപ്പം ഒരു ഡോക്ടറുടെ ക്യാരക്ടർ, നായിക
ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്നത് എൻ്റെ അടുത്തേക്കാണ്. ഒരു 2 സീനുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റി, അത് അംഗീകരിക്കുകയും ചെയ്ത് ജനങ്ങൾ കണ്ടുവരുന്നുണ്ട്. ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് സിനിമയായിട്ട് പരിചയം ഉണ്ടായിരുന്നു. പണ്ട് ഈ ഉമാ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് മധുസാറിന്റെ ഉമാ സ്റ്റുഡിയോ അതിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയോട് ചേർന്ന് നിൽക്കുക അന്നേ എനിക്കറിയാം, സിനിമ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ മദ്രാസിലേക്ക് ഭാണ്ഡവമൂർക്ക് പോയി. അതെ, ചെന്നൈയിലേക്കാണ്. എന്റെ മോഹം മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതായിരുന്നു. അവിടെ ചെന്ന് പട്ടിണി കിടന്ന് എന്റെ മുഖച്ഛായ മാറിയെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പൊ അന്ന് കുറെ സിനിമകൾ ഡബ് ചെയ്യാൻ സാധിച്ചു. പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ ഒരു ശിവരാമൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ മനസ്സിലാക്കുകയും എനിക്ക് സിനിമയിൽ ഡബ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരികയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായി കുറേ സിനിമകൾ ചെയ്തു. പെട്ടെന്ന് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായ അസുഖമൊക്കെ വന്നപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു. അസുഖമൊക്കെ ഭേദമായപ്പോഴും നാടകസമിതിക്കാരൻ്റെ പുറകെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി മദ്രാസ് ഉപേക്ഷിച്ചു. അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്തില്ല. അപ്പോൾ ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തുടങ്ങി അവിടുത്തെ ആദ്യത്തെ സിനിമ തൊട്ട് കുറേ സിനിമകൾ ഡബ് ചെയ്യാൻ സാധിച്ചു. അന്ന് വളരെ വിരലിലുണ്ടാവുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അലിയാർ സാർ, പ്രൊഫസർ അലിയാർ സാറ്, പിന്നെ എം.ആർ. ഗോപകുമാർ എന്ന വലിയ നടനല്ലായിരുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കൊല്ലം സിറാജും മഹേഷും അങ്ങനെ വിരലിലുണ്ടാവുന്ന കുറേ ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആനന്ദവല്യ, ഭാഗ്യലക്ഷ്മിയൊക്കെ നായികമാർക്ക് മദ്രാസിൽ നിന്ന് ഇവിടെ വന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു സുമാസ്കറി, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അവർ. പക്ഷെ ഇവർ പ്രധാനപ്പെട്ട ലീഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇവരാണ് ചെയ്തത്. അങ്ങനെ സിനിമയായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് കാരണം ഈ നാരായണത്ത് തമ്പുരാന്റെ രീതികളും ആ രീതി മാത്രമല്ല, ജയറാമിന് എനിക്ക് പരിചയമുണ്ട്. ജയറാമായിട്ട് ഞാൻ മറ്റേ കിഴക്കാമ്പട്ടിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പരിചയം. ജയറാമിന്റെ ഒന്നും എന്നെ അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ജയറാമിന്റെ നല്ല അന്നത്തെ ഒരു ബന്ധവും പരിചയം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല അതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ സജി സുരേന്ദ്രൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ഒരു വലിയ എന്താ അകർച്ചയൊന്നുമില്ല, അവരോട് ചേർന്ന് പോകാൻ കഴിയുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഇപ്പൊ തോന്നുന്നുണ്ടോ എനിക്ക് വേണ്ടത്ര സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല? അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മറ്റേ പി.എൻ. മേനോന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു, പ്രധാന വേഷത്തിന്. എല്ലാം കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് ടിക്കറ്റ് വരെ എടുത്താണ്. പക്ഷെ നിർഭാഗ്യവശാല് സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് സിനിമ അപ്പൊ ഞാനിത് ഈ ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായ ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തെ ഇത്രാം തീയതി വരും, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ചെറിയ അഡ്വാൻസ് തരാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമം, എന്നെ അഭിമുഖീകരിക്കുക. ഇപ്പോഴെൻ്റെ മനസ്സ് പറഞ്ഞു എന്തോ തകരാറുണ്ട്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സിനിമ ഇങ്ങനെയാണ് മോനെ, അതിനകത്ത് എന്തോ കളി നടന്നു, പിന്നെ എന്താണെന്ന് ചോദിക്കാൻ. അപ്പൊ അന്ന് ഞാൻ താടി വളർത്തിയിരുന്നു. താടി വളർത്തിയിരുന്നു. അപ്പൊ താടി എടുക്കാതാണ് ചെന്നത്. ഇപ്പൊ താടി എടുത്ത് കളയരുത്, ഈ ക്യാരക്ടറിന് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഞാൻ താടി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കിട്ടി. എന്റെ മനസ്സ് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഈ അതിനകത്ത് കഥാപാത്രമായിട്ട് ഫിക്സ് ചെയ്തപ്പോ അന്ന് എന്റെ സന്തോഷം പങ്കിടാൻ എന്റെ മുറി വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തലകുത്തി മറിയുകയോ ചിരിക്കുകയോ പാടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ അഡ്വാൻസ് വാങ്ങിക്കാൻ പോണ ദിവസം രാവിലെ മുതൽ മൂഡ് ഓഫ് ആയിരുന്നു. എന്തോ അങ്ങനെ എനിക്ക് രാവിലെ മുതൽ എണീറ്റപ്പം മുതൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടേഴ്സ് കോളേജിൽ നിന്ന് ക്ലാസ്സിൽ അവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. നടന്ന് ആ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടാണ് നടന്നത്. അന്ന് മുറിയിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാതെ വൈകുന്നേരം വരെ കരഞ്ഞു. ഇത്ര വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കിഴക്കാമ്പട്ടി സീരിയൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഷാജി കൈലാസ് പറഞ്ഞു, അടുത്ത പോലത്തെ നമുക്ക് നല്ലൊരു വേഷം ചെയ്യാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെ പോയി കണ്ടില്ല. ഇതൊരു വലിയ ഫാക്ടറാണല്ലേ, നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഞാൻ അത് കണ്ടു. പിന്നീട് ഞാൻ കണ്ടു, പിന്നെ എത്രയോ സിനിമകൾ ഹിറ്റായിട്ട്
ഇദ്ദേഹം ചെയ്തത്. ചേട്ടൻ ഒരു പ്രാവശ്യം പോലും വിളിച്ചു നോക്കാൻ തോന്നിയില്ല? എന്താണ് എനിക്ക് അറിഞ്ഞത്, വിളിച്ചു നോക്കാനോ സമീപിക്കാനോ തോന്നിയില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണ് അടുത്ത സിനിമയിൽ നല്ല വേഷം ചെയ്യാൻ. അവര് ചിലപ്പോ തിരക്കിനകത്ത് അവർക്ക് നമ്മളെ ഓഫീസിൽ കൊടുക്കുന്ന സമയമില്ല. നമ്മുടെ ആവശ്യമാണ്, നമ്മൾ സമീപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ചേട്ടന് തോന്നില്ല? അതെ അതെ, അങ്ങനെ ഒരുപാട് അവസരം ഞാനായിട്ട് നഷ്ടപ്പെടുത്തി, ഒരുപാട് നഷ്ടപ്പെടുത്തി. അന്ന് അതുപോലെ നമ്മളെ നാടകത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പരിഗണന എങ്ങനെയായിരുന്നു നാടകത്തിലെ? ഈ സ്ത്രീകൾ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ, അവര് ആർട്ടിസ്റ്റുകൾ, അവര് സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളോടൊപ്പം പ്രാധാന്യമുള്ളവരല്ലേ സ്ത്രീകൾ. അല്ല, ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു നാടകം കളിക്കാൻ വേണ്ടി ഒരു അമ്പലത്തിലേക്ക് പോകണം, അപ്പൊ അവിടുത്തെ ആളുകളുടെ ഇടയിൽ നിന്ന് അതുണ്ടാവില്ല. സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അന്നും ഇന്നും എന്നും സ്ത്രീകളെ ഇങ്ങനെ വേറൊരു കണ്ണിലൂടെ കാണുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് കലാകാരികളെ, നാടകത്തിലെ കലാകാരികളൊക്കെ മോശമാണെന്നൊരു ധാരണ പലരുമുണ്ട്. സാധാരണ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്നും, ഇത്തിരി സാമ്പത്തിക പദ്ധതിയുള്ള കുടുംബത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് നാടകത്തിൽ വിടാൻ അന്നത്തെ കാലത്ത് മടിക്കുമായിരുന്നു. കാര്യം അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നല്ല ശേഷിയുള്ള കലാകാരികൾ തിരഞ്ഞെടുക്കും, ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കും. പക്ഷെ അതൊക്കെ അവര് അതിജീവിച്ച്, പിന്നെ എല്ലാ മേഖലയിലുള്ള ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അതിൽ ഈ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള നല്ല കുടുംബം നോക്കി ജീവിക്കുന്ന, നല്ല മാന്യമായി ജീവിക്കുന്ന നടികൾ എത്രയോ പേരുണ്ട്. എൻ്റെ കൂടെ സഹകരിച്ചുള്ള റോസിലിനൊക്കെ, റോസിലിൻ, മനോഹരി എന്നൊക്കെ പറഞ്ഞവരൊക്കെ എത്രയോ നല്ല നടികളാണ്. നമുക്ക് അവരുടെ ആരാധനയും ബഹുമാനം വരെ തോന്നിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ കല എന്ന് പറയുമ്പോൾ മറ്റേത് പ്രൊഫഷൻ പോലെ തന്നെയും ഒരു പ്രൊഫഷനാണ് ഇത്. അതിലിപ്പോ നമുക്ക് തെറ്റായിട്ടൊന്നും ധരിക്കാനും പ്രവർത്തിക്കാനും എല്ലാ മേഖലയിലും ചില ഉണ്ട്. അത് ഈ കലാരംഗം 10 പേര് അറിയുന്നത് കൊണ്ട് അവരെ കുറിച്ച് ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിനെ ചൂഷണം ചെയ്യാനും കുറച്ച് അതുകൊണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഇപ്പം ഒരു ഫാമിലി പോലെയായിരിക്കും? അതെ, നമ്മള് ഒരു വർഷത്തെ അഗ്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്നത്തെ മാതിരിയല്ല, അന്ന് 300 ദിവസം നാടകമുണ്ട്. ഒരേ സ്ഥലത്ത് താമസിക്കുന്നു, ഒരേ വണ്ടി യാത്ര ചെയ്യുന്നു, ഒരേ സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്നു. നല്ല സമാധാനമുള്ള, സ്നേഹമുള്ള നല്ല അന്തരീക്ഷം. ഫാമിലിയാണ്. അപ്പൊ ഓരോ നാടകം കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു വിഷമം തോന്നാറില്ലേ? നമ്മളെ ഫാമിലിനെ അല്ല, അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അവസാനം കിട്ടിയാൽ മതിയാവും. ശരീരവും മനസ്സും ഒക്കെ ചൂടായി നിൽക്കുന്ന സമയം. ഈ മിക്കവാറും ഉത്സവ സീസൺ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെയാണ്. ഈ സമയത്താണ് അന്തരീക്ഷം ചൂടാകുന്നത്. അത് ഈ ചൂടായ അന്തരീക്ഷവും സ്റ്റേജിൽ കയറി ലൈറ്റിന്റെ ചൂട്, ഒന്ന് വീശാനോ ഫാൻ ഇടാനോ ഒന്നും പറ്റില്ല. അങ്ങ് വിയർത്ത് പൊളിച്ച് ഷർട്ടിനൊക്കെ പിഴിഞ്ഞെടുക്കാം, അത്ര അവസ്ഥയാണ്. നാടകം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വിയർപ്പിന്റെ ഒരു ഫലം കൂടിയാണ് എന്നുള്ളതാണ്. പിന്നെ ചേട്ടൻ ഇനി വേറെ ഏതെങ്കിലും ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ? ഞാൻ ഈ സാംസ്കാരിക രംഗങ്ങളില് പിന്നെ ഒരു വായനശാലയുണ്ട്. എന്നെ ഞാനാക്കിയത് വലിയ പങ്ക് വച്ചത് ചെറിയൊരു വായനശാലയുണ്ട്, റെസ്റ്റാർ. റെസ്റ്റാറിൽ നാടകം കളിച്ചാണ് ഞാൻ നടനായി പുറം ലോകം കാണാനിടയായത്. എൻ്റെ ആദ്യത്തെ നാടകം റെസ്റ്റാറിനെതിരായിരുന്നു, അത് വാസ്തവമാണ്. അന്നൊരു ഇവിടെ താന്നിമൂട്ട് വെണ്ണിക്കോട് എന്നൊരു സ്ഥലത്ത് ഒരു വായനശാലയുണ്ട്, ബാബുജി മെമ്മോറിയൽ. അപ്പൊ ആ വായനശാലയുടെ നാടക മത്സരത്തിൽ റെസ്റ്റാറിന്റെ ഒരു ടീമുണ്ട്. അന്ന് തന്നെ വേറൊരു ടീം, MD വിക്രം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഇദ്ദേഹം നാടകം എഴുതിയിട്ട് അതിനെ അഭിനയിക്കാൻ വിളിച്ചു. അതിനഭിനയിക്കുന്നു, റെസ്റ്റാറുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ റെസ്റ്റാറും ഈ MD വിക്രമിന്റെ ഗ്രൂപ്പും തമ്മിലാണ് യഥാർത്ഥ ഫൈറ്റ്. പക്ഷെ അന്ന് ആർക്കാണ് സമ്മാനം കിട്ടുന്നത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പോഴും ഞാൻ റെസ്റ്റാറിന്റെ അംഗമാണ്. അത് അഭിനയം, അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ അഭിനയിച്ചതിന് ശേഷം പിന്നെ റെസ്റ്റാറിനുള്ള നാടകങ്ങൾ, വാർഷികാഘോഷങ്ങളുടെ നാടകങ്ങളിൽ എല്ലാത്തിലും പ്രധാന വേഷം ചെയ്യാൻ കഴിയുകയും റെസ്റ്റാറിന് വേണ്ടി ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ സാധിച്ചു. ആ റെസ്റ്റാർ എന്ന സാംസ്കാരിക സംഘടനയാണ് എൻ്റെ കലാകാരനെ ഇത്രയും പരിപോഷിപ്പിച്ച് ഈ പരുവത്തിലാക്കിയത്. പിന്നെ ഈ യുവകലാസാഹിതി എന്ന് പറയുന്ന കേരളത്തിലെ പുരോഗമന കലാപ്രസ്ഥാനങ്ങളുടെയും സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്ന യുവകലാസാഹിതി, ഇപ്പൊ ആലങ്കോട് ലീലാകൃഷ്ണനാണ് എൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഞങ്ങള് കുറെ പേരുണ്ട്. ഞങ്ങള്
വളരെ നന്നായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ശക്തമായി പ്രവർത്തിക്കുന്ന യുവകലാസാഹിതിയുടെ നേതൃത്വത്തിലുള്ള വിവിധങ്ങളായ പരിപാടികൾ വർക്കലയിലുണ്ട്, ആറ്റിങ്ങലുണ്ട്, ചിറയൻകീഴുണ്ട്. ചെറുന്നൂരിൽ യുവകലാസാഹിതി യൂണിറ്റ് രൂപീകരിക്കാനുള്ള തീരുമാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും യുവകലാസാഹിതി കലയ്ക്കും സാഹിത്യത്തിനും യുവത്വം തന്നെയാണ്. യുവകലാസാഹിതി പേര് കേൾക്കും ചിലർ ചോദിക്കും, യുവകലാസാഹിതി വയസ്സനായ എനിക്കെങ്ങനെ യുവയുണ്ടല്ലോ. പക്ഷെ ആ യുവത്വം കലയ്ക്കും സാഹിത്യത്തിനാണ്. കണിയാപുരം രാമേന്ദ്രനാണ് പേര് നിർദ്ദേശിക്കുന്നത്. 75 രൂപീകരിക്കുന്നത്. KPSC വെച്ചാണ് രൂപീകരിക്കുന്നത്. കണിയാപുരം രാമേന്ദ്രൻ, ONV, വൈക്കം ചന്ദ്രശേഖരൻ നായർ തുടങ്ങി വയറാറ് തുടങ്ങി പ്രകല്പമതികളാണ് എൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവച്ചത്. അതിൻ്റെ തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ജോലി ചെയ്തു. ചേട്ടാ, ഇപ്പം പുറത്ത് നല്ല ചൂടാണ്, അതുപോലെ തന്നെ ഇലക്ഷന്റെ ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ രാഷ്ട്രീയം എന്താണ്? ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പലതും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത ജനാധിപത്യത്തിനെതിരെയുള്ള, നമ്മുടെ മതേതരത്വത്തിനെതിരെയുള്ള ഭരണഘടന വിരുദ്ധമായ ചില സമീപനങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമം, പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും പലതും മായ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഇടതുപക്ഷം ശക്തിപ്പെടാൻ ഞാൻ ഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ. CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഞാൻ. ഞാൻ ഇലക്ഷൻ മത്സരിച്ചു, 2 പ്രാവശ്യം മത്സരിച്ചു. 2 പ്രാവശ്യം പരാജയം സംഭവിച്ചു. അത് പ്രാദേശികമായ ചില ഇപ്പോൾ ഞാനിപ്പോൾ അവസാനം മത്സരിച്ച ഒരു വാർഡുണ്ടായിരുന്നു. ആ വാർഡിൽ ഞാൻ വേറെ വാർഡിലേക്കാണ് മത്സരിച്ചത്. ഈ വാർഡിലല്ല ഞാൻ മത്സരിച്ച വാർഡിൻ്റെ ഈ വാർഡല്ല. ആ വാർഡ് മത്സരിക്കുന്ന ഭാഗത്ത് ഇപ്പോഴത്തെ മെമ്പർ, അദ്ദേഹത്തിന് വീടിന് ചുറ്റും വലിയ ഒരു കൂട്ടം വീടുകളുണ്ട്. കോളനി എന്ന് വേണം പറയാവുന്ന തരത്തിലുള്ള വലിയ കൂട്ടം വീടുണ്ട്. ആ ഭാഗത്ത് വോട്ടുകൾ രാഷ്ട്രീയം നോക്കാതെ, അതങ്ങനെയാണ്. ഞാൻ താമസിക്കുന്ന ഈ പരിസരത്ത് വോട്ടുകൾ നിന്റെ രാഷ്ട്രീയം നോക്കാതെ എനിക്ക് ഒരുപക്ഷെ അതുപോലെ ആ പയ്യനൊക്കെ അനുകൂലമായിട്ട് മാറി. പിന്നെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ സിനിമയ്ക്കും സീരിയലിലൊക്കെ പോയി കഴിഞ്ഞാൽ നാട് നോക്കുമോ എന്നൊരു ഒന്നും അങ്ങനെയൊക്കെ ആയിരിക്കാം അനുഭവം. രാഷ്ട്രീയത്തിൽ ജയവും ഞാൻ എൻ്റെ തൊട്ട് എൻ്റെ പ്രസ്ഥാനമാണ് തൊട്ട് ഒരു നിരാശ. ഞാൻ മുഖാന്തരം എൻ്റെ പ്രസ്ഥാനത്ത് ഒരു പറ്റിയല്ലോ എന്നൊരു മത്സരം ഞാൻ മത്സരരംഗത്തേക്ക് വരില്ല എന്നൊരു കാരണം ആ വാർഡ് മത്സരിക്കാൻ നമുക്ക് അവിടെ പറ്റിയ കാൻഡിഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് പാർട്ടി ശക്തമായിട്ട് പറഞ്ഞു ആ വാർഡിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വാർഡിൽ പോയി മത്സരിച്ചത്. ഇനി അല്ല, അന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിയുടെ മുഖം നോക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി ഞാനവിടെ പോയിരുന്നുള്ളൂ. അല്ലാണ്ട് ചേട്ടനായിട്ട് തോന്നിയില്ലേ എനിക്ക് മത്സരം? ഞാൻ പലപ്പോഴും നല്ല അവസരം വന്നിട്ട് പോലും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുകയും അത് ഷുവർ സീറ്റാണ്, ജയസാധ്യതയുള്ള സ്ഥലം. ഞാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് നിർബന്ധം പിടിച്ചതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്ത് വർക്കല ജോലി, ഞാനാണ് ആ പേര് സജസ്റ്റ് ചെയ്ത് ജയിക്കാൻ എൻ്റെ വൈസ് പ്രസിഡന്റാകുകയും ചെയ്തു. ഒരിക്കലും രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളോടും വലിയ മോഹങ്ങൾ എനിക്ക് ഉണ്ടാക്കില്ല. ഇന്ന് വരെ ഇത്രയും കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭൗതികപരമായി ഒരു നേട്ടവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ ഇടതുപക്ഷ അനുഭാവിയാണല്ലോ. അപ്പൊ ഇന്നത്തെ ഭരണം അല്ലെങ്കിൽ ഇടതുപക്ഷം നമുക്ക് ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ സമൂഹത്തിന് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നേട്ടങ്ങൾക്ക് പ്രധാന കാരണം ഇടതുപക്ഷമാണ്. മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു നമ്മുടെ പല കീഴുള്ള വർഗങ്ങളുടെയൊക്കെ. അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടൽ പക്ഷെ അതിലൊരു മൂല്യച്യുതി വന്നിട്ടില്ലേ? ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം, ചിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി കേരളത്തിന്റെ 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം നീതി ആയോഗ് പ്രസിദ്ധപ്പെടുത്തിയത് പലതും നമ്പർ 1 ആണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, പിന്നെ എല്ലാ ശിശുക്കളുടെ മരണനിരക്ക്, ഇതിലൊക്കെ നമ്മൾ മുൻപന്തിയിലാണ്. ഇനിയിപ്പോ നമുക്ക് ഒരു ഇടതുപക്ഷം തന്നെ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ
നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കേരളത്തിന് വേണ്ടിയിട്ട്? ഇപ്പൊ ഒറ്റയടിക്ക് മറുപടി പറയാൻ പറ്റില്ല. അതിന് നേതൃത്വങ്ങൾ കൂടി ആലോചിച്ചിട്ട് അവർക്ക് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇന്ന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ 2014 രണ്ടാമത്തെ പ്രകടന പത്രത്തിൽ പറഞ്ഞ 99% കാര്യങ്ങൾ നടപ്പിലാക്കി. നമുക്ക് പ്രതിസന്ധികളിൽ നിന്നാണ് ഈ സർക്കാർ പിടിച്ചതെന്ന് ഈ തരത്തിലേക്ക് എത്തിയത്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു? പ്രളയ ദുരിതം കേരളത്തിൽ സാമ്പത്തികമായി മുച്ചൂട് നശിപ്പിച്ചു. നിപ്പ, കൊറോണ, ഏത് സംസ്ഥാനം ഇതുമായി കൊറോണ ഇന്നും കേരളം അതൊന്നും മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഏതിൽ നിന്നാണ്? ഇപ്പൊ നമ്മുടെ നിപ്പ വന്നു. രോഗങ്ങളുടെ കാര്യത്തിൽ രോഗങ്ങളല്ല, സാമ്പത്തികമായി തന്നെ ഞാൻ പറയില്ലേ, പലവിധ കാരണങ്ങൾ കൊണ്ട് കേരളത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവൃത്തി എടുക്കുന്ന നേതൃസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഞാൻ. അവിടെ പെൻഷൻ മുടങ്ങിയിട്ട് കുറെ കാലമായി, കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ. 18 മാസത്തെ പെൻഷൻ മുടങ്ങി. അന്ന് പെൻഷൻ 600 രൂപയായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് 1000 രൂപ വർദ്ധിപ്പിച്ച് 1600 ആക്കി മാറ്റി. കിട്ടുന്നതിനുള്ള കാരണം ഈ പെൻഷൻ കൊടുക്കുന്ന ക്ഷേമനിധി ബോർഡിലേക്ക് പെൻഷന് ഉള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വീടുകളുടെ 1% സെസ് തുകയായിരുന്നു. കൊറോണ വന്നപ്പോൾ അതെല്ലാം മുടങ്ങി. 1000 രൂപ വെച്ച് 2 ഗഡുക്കളായിട്ട് കൊറോണ സമയത്ത് എല്ലാ തൊഴിലാളികൾക്കും, കേരളമല്ല വേറൊരു സംസ്ഥാനവും കൊടുത്തില്ല, എല്ലാ തൊഴിലാളികൾക്കും 1000 രൂപ വെച്ച് 2 പ്രാവശ്യം കൊടുത്തു. സർക്കാർ അന്ന് എല്ലാ വീടുകളിലും ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. അന്ന് കേന്ദ്രം നിന്ന് അരിയുടെ പൈസ പോലും തിരിച്ചു വാങ്ങിച്ചത്. കേരളത്തിന് വേണ്ടി തന്ന അരിയുടെ പൈസ പോലും തിരിച്ചു ചോദിച്ചവരാണ് കേന്ദ്ര സർക്കാർ. പക്ഷെ നമ്മളിപ്പോ കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നെല്ലാം പാസ്സാക്കി വിടുന്നുണ്ട്, എല്ലാ ബില്ലുകളും പാസ്സാക്കുന്നുണ്ട് കേന്ദ്രം. പക്ഷെ അത് നമുക്ക് എത്തേണ്ട സ്ഥാനത്തൊന്നും എത്തുന്നില്ല. അത് എന്താണ് ഒരു പരസ്യമായ ഒരു എന്താണ് പറയുന്ന പേര് പറയുന്നത് മോശപ്പെട്ടൊരു പ്രസ്താവനയാണ്. അത് വ്യക്തമായ കണക്കുകൾ ഇവിടെ നിന്ന് കൃത്യമായ കണക്കുകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ, അത് ഈ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പ്രതിപക്ഷ ചാനലുകളും മിക്കവാറും ചാനലുകളും ഈ സർക്കാരിന്റെ വീഴ്ചകളെ എപ്പോഴും നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നവരാണ് ആൾക്കാർ. ഒരാളുടെ നല്ലത് പറയുന്നതിനൊക്കെ അയാളെ കുറിച്ച് മോശം പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കൂടി തെറ്റിച്ചു. 16 മാസത്തെ പെൻഷൻ മുടങ്ങിയപ്പോ അന്ന് പിച്ചച്ചട്ടിയുമായിട്ട് അറിയാമ്മ ചട്ടത്തിൽ രംഗത്ത് വന്നില്ല. ഈ 16 മാസത്തെ ഇറങ്ങിയില്ലെന്ന്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 16 മാസത്തെ പെൻഷൻ മുടങ്ങി. അന്ന് അറിയാമ്മ ചട്ടത്തിൽ ഇവിടെയായിരുന്നു. കൈ പിച്ചച്ചട്ടി കിട്ടാത്തത് എന്താ? ഇപ്പൊ 6 മാസത്തെ മുടങ്ങിയപ്പോ പിച്ചച്ചട്ടിയുമായിട്ട് പോയി. അവിടെ ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ് വശങ്ങളെ പർവ്വതീകരിച്ച് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഒരാളുടെ നല്ല വശമാണ് ഇന്ന് നല്ലത് ചെയ്ത എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമുക്ക് കേരളത്തിൽ അതിനെ പുകഴ്ത്താനോ അതിന് നല്ലത് പറയാനോ എത്രയുണ്ട്. അതിനെ ഇകഴ്ത്താനോ അതിനെക്കുറിച്ച് മോശം പറയാനോ പലരും. എനിക്ക് തോന്നുന്നു നല്ലതും ചീത്തയും ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഫോക്കസ് ആയിട്ട് നിൽക്കും. നെഗറ്റീവ്സ് കൂടുമ്പോഴായിരിക്കും പൊതുവെ നെഗറ്റീവ് ആണെന്നുള്ളൊരു. ഈ ശബരിമല വിഷയവും മറ്റു വിഷയങ്ങൾ കൊണ്ട് പിന്നെ കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന് മുമ്പേ കേരളം മുഴുവൻ എന്തെല്ലാം കൊലകളായിരുന്നു. പക്ഷെ നിഷ്പക്ഷമതികളായിട്ടുള്ള കാര്യബോധമുള്ള പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും കാര്യമില്ല. ഇപ്പോഴും തന്നെ ജനങ്ങൾക്കറിയാം, ഇത് ശരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കറിയാം കാര്യങ്ങൾ. ഇനി എന്തായാലും കണ്ടും കേട്ടൊക്കെ ജനങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഭരണം എങ്ങനെ വരണം, എന്ത് വരണം, എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. കണ്ടും കേട്ടും പഠിക്കണമല്ലോ. പഠിച്ചതിന്റെ ഫലമാണ് 2ാം സർക്കാർ വന്നത്. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം. ജനങ്ങൾ കുറെ അനുഭവസ്ഥരാണ്. ഇനി ഏത് ഭരണമാണ് വരാൻ പോകുന്നത്, അവർ ഏതാണ് കൊണ്ടുവരുന്നത്. അതെ, അത്രേ ഉള്ളൂ. ജനങ്ങളും അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നല്ലൊരു ഭരണം തന്നെ വരുമെന്നുള്ളത്. പിന്നെ ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫാമിലി. ഭാര്യ, ഒരു മകൻ, അവന്റെ ഭാര്യ, അവൻ 2 മക്കൾ. സംതൃപ്തമുണ്ട്. എൻ്റെ എല്ലാ വളർച്ചയിലും തളർച്ചയിലും പൂർണ്ണ സംതൃപ്തി. ഞാനൊരു സീരിയൽ തുടങ്ങുന്നുണ്ട്, അവരൊന്ന് വിളിക്കുന്ന പറഞ്ഞ് എന്നെ
പിന്നിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാര്യ. ഇന്നത്തെ സിനിമ നിങ്ങൾ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഉന്തിത്തള്ളി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ടാണ് എല്ലാവർക്കും വേണ്ടത്. ഇന്ന് കിട്ടാനില്ലാത്തതോ അതാണ്. പിന്നെ അവള് എന്റെ ഭാവി നന്നാവണം കൊണ്ട് അമ്പലത്തിൽ പോയി സീരിയൽ കലാരംഗത്ത് എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ചേച്ചി ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? അവള് LIC ഏജന്റാണ്. അവളുടെ നമ്മുടെ കുടുംബത്തിന്റെ നല്ലൊരു വരുമാന സ്രോതസ് തന്നെയാണ്. ഞാനും കൂടെ സഹായിക്കുന്നത്. പിന്നെ മകൻ വിദേശത്തായിരുന്നു, അവനും ഭാര്യയും അവിടെ ആയിരുന്നു. കൊറോണ വന്നപ്പോഴത്തെ എനിക്ക് ഒത്തിരി ഭീകരമായ അവസ്ഥയിലേക്ക് നടത്തപ്പെട്ടു. ഞാൻ ഗുരുതരാവസ്ഥയിൽ ICUലൊക്കെ ആയിരുന്നു. അതിന്റെ നല്ല ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് അസുഖങ്ങൾ, ന്യൂമോണിയ, പിന്നെ ചിക്കൻ ബോക്സിന്റെ വൈറസ്, BP, അതുപോലെ തന്നെ ഷുഗർ 600 ആ ലെവലിലേക്ക് എത്തി. ബ്ലീഡിങ് രക്ഷപ്പെടില്ലാന്ന് ഡോക്ടർ വിധി എഴുതിയാണ്. ആ സമയത്ത് മോനും ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. തീരുമാനിച്ചു ഇനി കൊണ്ടുപോയിട്ട് അച്ഛനമ്മയ്ക്കും ഞാൻ ആണല്ലോ അവര് തോന്നിക്കാണും. അങ്ങനെ ആള് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യ അനന്തപുരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മകള് കൊച്ചുമോള്, പിന്നെ മൂത്തവൾ ഇപ്പൊ 3ാം സ്റ്റാൻഡേർഡിലേക്ക് ആകുന്നു. ഇളയവൾ പ്ലേ ക്ലാസ്സിലേക്ക്. ആർക്കെങ്കിലും ഒരു കലാപാരമ്പര്യം ഉണ്ടോ? എന്റെ മോന് കൊച്ചിലെ മിമിക്രി നാടകമൊക്കെ അവനുണ്ടായിരുന്നു. ഇപ്പൊ അവനെ തിരിഞ്ഞു നോക്കാറില്ല. താല്പര്യം പോയതാണ്. ചേട്ടനപ്പം ഉന്തിതള്ളി കിട്ടില്ല. ഓരോരുത്തർ അവര് പ്രാപ്തിയാകുമ്പോൾ അവര് തീരുമാനിക്കട്ടെ. അവരുടെ ശേഷിയും വാസനയും അവർക്ക് എങ്ങനെയാണോ അവർ സ്വയം തീരുമാനിക്കട്ടെ. നമ്മൾ പറഞ്ഞ് അഭിനയിക്കട എന്ന് പറയുന്ന കാര്യം കാര്യമൊന്നുമില്ല. എന്താണോ താല്പര്യം അത് അവർ ചെയ്യുക. അതിനകത്ത് അവരുടെ വേണ്ട സപ്പോർട്ട് കൊടുക്കും. എന്തായാലും ചേട്ടന്റെ ഫാമിലിന്റെ വലിയൊരു സപ്പോർട്ട് തന്നെ ഉണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇന്ന് പലർക്കും കിട്ടാത്തൊരു സംഭവം ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും ചേട്ടാ ഇത്രയും സമയം നമ്മോടൊപ്പം ഇരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തന്നു. നാടകത്തിനെ പറ്റിയുള്ള എനിക്ക് അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ചേട്ടന്റെ എക്സ്പീരിയൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രേക്ഷകരും ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ചേട്ടാ ഇത്രയും നേരം നമ്മോടൊപ്പം ഇരുന്ന് സഹകരിച്ചതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നന്ദി. എല്ലാവർക്കും ഒരു ചാനലിനും എല്ലാവർക്കും എൻ്റെ ഉള്ളം നിറഞ്ഞ സ്നേഹം. നന്ദി.